ബിസ്മില്ലാ വൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ പവിത്രമാക്കപ്പെട്ട അവസാന ദിനരാത്രിയിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും നന്മകൾ വാരിക്കൂട്ടുവാനുള്ള തിരക്കുകളിലായിരിക്കും അല്ലേ? ഉമ്മമാരും ഉപ്പമാരും ഒക്കെ രാപ്പകലുകൾ മാറി മാറി ഇബാദത്ത് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ നാം നമ്മുടെ കുടുംബത്തിലെ യുവതലമുറയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരാകാറുണ്ട്. നമ്മെപ്പോലെ തന്നെ നമ്മുടെ മക്കൾക്കും പരിശുദ്ധ റമദാൻ അനുകൂലമാകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 പ്രവേശിച്ചാൽ തന്നെ മുണ്ട് മുറുക്കി ഉടുക്കുകയും രാത്രികളിൽ സജീവമാകുകയും തൻ്റെ കുടുംബങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ആരാധനയിൽ തൻ്റെ കുടുംബത്തെ കൂടെ ഭാഗമാക്കുമായിരുന്നു. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ തീർച്ചയായും നമ്മുടെ മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. വിശ്വസിച്ചവരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഇബാദത്തുകളിൽ നമുക്ക് പങ്കാളികളാക്കാം. അതുപോലെ തന്നെ ഈ ഒരു സന്ദേശം നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.